നമസ്കാരം, വെരി ഗുഡ് മോർണിംഗ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ന്യൂസ് ബ്രേക്സിലേക്ക് സ്വാഗതം. ഏപ്രിൽ 12 ഞായറാഴ്ച, മീനം 29. പ്രധാനപ്പെട്ട ഒരു വാർത്ത വരാനുള്ളത് പാകിസ്ഥാൻ ഇസ്ലാമാബാദിൽ നിന്നാണ്. അവിടെ ഇറാൻ അമേരിക്ക സമാധാന ചർച്ചകൾ നടക്കുകയാണ്. പക്ഷേ കാര്യമായ പുരോഗതിയില്ല ആദ്യഘട്ട ചർച്ചയിൽ എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. സമാധാന ചർച്ച തുടരും എന്നാണ് റിപ്പോർട്ടുകൾ. ന്യൂസ് ബ്രേക്സിൽ വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ്. സ്ഥിരം വെടിനിർത്തലിനുള്ള അമേരിക്ക ഇറാൻ ചർച്ചകൾ ഇസ്ലാമാബാദിൽ ഇന്നും തുടരും. നിർദ്ദേശങ്ങളിൽ ഇരുപക്ഷവും വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. ഇറാനെതിരായ സൈനിക നടപടി തുടരും എന്ന് ഇസ്രായേൽ ഇതിനിടെ വ്യക്തമാക്കുന്നുണ്ട്. ഹോർമുസ് കടലിടുക്ക് തുറക്കാതെ ചർച്ചയിൽ കാര്യമായ പുരോഗതി ഉണ്ടാകാൻ ബുദ്ധിമുട്ടെന്ന് അമേരിക്ക. ഇറാനുമായി ധാരണയിലെത്താൻ കഴിഞ്ഞില്ലെങ്കിലും അമേരിക്ക വിജയിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. We're going to see what happens. We're in very deep negotiations with Iran. We win regardless. We've defeated them militarily. They've dropped a couple of water mines. You call them water mines in the boat. We've defeated all of their water boats too. Their navy has gone 158 ships. They have 28 water droppers, mine droppers they call them. All of them are sunk. They probably have a couple of mines in the water. We have mine sweepers out there. We're sweeping the strait. In addition to that, we're negotiating. Whether we make a deal or not makes no difference to me. വിവരങ്ങളുമായി ന്യൂയോർക്കിൽ നിന്ന് മധു കൊട്ടാരക്കരയാണ് ചേരുന്നത്. മധു, ഗുഡ് മോർണിംഗ്. ചരിത്ര സ്മാരകം ടൈംസ് സ്ക്വയറിൽ നിന്നാണ് മധു റിപ്പോർട്ട് ചെയ്യുന്നത് മനസ്സിലാക്കുന്നു. ഒരു വശത്ത് ഡൊണാൾഡ് ട്രംപ് പറയുന്നു കരാർ ഉണ്ടായാലും ഇല്ലെങ്കിലും ചർച്ച നന്നായി പോയാലും ഇല്ലെങ്കിലും ഒന്നും തനിക്കൊന്നുമില്ല, എന്തായാലും അമേരിക്കയ്ക്കാണ് വിജയമെന്ന് പറയുന്നു. മറുവശത്ത് ബെഞ്ചമിൻ നെതന്യാഹു ആക്രമണം തുടരുമെന്ന് വ്യക്തമായി വീഡിയോ സന്ദേശത്തിലൂടെ പറയുന്നു. ഇറാൻ അത്ര സംതൃപ്തരല്ല ഈ ചർച്ചയിൽ എന്നും പറയുന്നു. ഗാലിബാഫും JD വാൻസും കൈ കൊടുത്തു എന്നതൊഴിച്ചാൽ ഈ ചർച്ചയിൽ എന്തൊക്കെ പ്രതീക്ഷിക്കാം നമുക്ക്? ഗുഡ് മോർണിംഗ് ഡോക്ടർ ഉന്മേഷ്, ക്രിസ്റ്റീന. ഡോക്ടറിന്റെ കണ്ണുകൾ മുഴുവൻ ഇസ്ലാമാബാദിലെ സെറീന ഹോട്ടലിലേക്കാണ്. ഏതാണ്ട് തുടർച്ചയായ 15 മണിക്കൂർ നീണ്ട മാരത്തോൺ ചർച്ചകൾ, 5 റൗണ്ട് ചർച്ചകൾ ഇതിനോടകം പൂർത്തീകരിച്ചായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നു. അതോടൊപ്പം തന്നെ ഒരു വശത്ത് സാങ്കേതിക വിദഗ്ധരുടെ ചർച്ചകൾ നടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. വൈറ്റ് ഹൗസ് ഇതിനോട് പ്രതികരിച്ചത് ചർച്ചകൾ വളരെ പോസിറ്റീവാണ്, പക്ഷേ ചർച്ചകൾ ഉടക്കി നിൽക്കുന്നത് ഹോർമോസ് കടലിടുക്കിലാണ്. അത് നമ്മളെ ഏവരും പ്രതീക്ഷിച്ചതാണ്. തന്നെയുമല്ല, ഇന്ന് അമേരിക്ക അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു നീക്കം ഹോർമോസ് കടലിടുക്കിൽ നടത്തുകയും ചെയ്തു. ഡൊണാൾഡ് ട്രംപ് പറയുന്നത് അവിടുത്തെ സമുദ്ര ബോംബുകൾ നീക്കം ചെയ്യുവാനായിട്ടുള്ള 2 കപ്പലുകൾ, 2 ഡിസ്ട്രോയർ കപ്പലുകൾ അവിടെ വന്നു. 28 മൈൻ നിക്ഷേപിക്കുന്ന കപ്പലുകൾ നശിപ്പിച്ചു എന്നൊക്കെ ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. അത് മാത്രമല്ല, ട്രംപ് ഈ ചർച്ചകളോട് ഒരു വിമുഖത പോലെയാണ് ഇന്ന് സംസാരിച്ചത്. ഈ ചർച്ചകൾ എന്ത് തന്നെ ആയാലും അമേരിക്ക ജയിച്ചു, കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമെന്നാണ്. പക്ഷെ എല്ലാ കണ്ണുകളും JD വാൻസിലേക്കാണ്. JD വാൻസിന് ഇറാനുമായിട്ടുള്ള ഒരു ഡീൽ എത്തുവാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് അമേരിക്കൻ ജനതയെ ഉറ്റുനോക്കുന്നത്. ഈ ഹോർമൂസ് കടലിടുക്ക് ചർച്ച ഒരു അർത്ഥവത്തായിട്ടുള്ള രീതിയിലേക്ക് അവസാനിച്ചില്ലെങ്കിൽ ഈ ചർച്ചകളിൽ ഒരു പുരോഗതിയും ഉണ്ടാകില്ല എന്ന് അമേരിക്ക പറയുകയും ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ ഇരുപക്ഷവും കരട് രേഖകളും കൈമാറിയതായിട്ടുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്കിൽ സംയുക്തമായിട്ടുള്ള ഒരു പെട്രോളിങ്ങിനുള്ള ഒരു സാധ്യത അത് പാകിസ്ഥാനാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിന്മേലുള്ള ചർച്ചകൾ ഞായറാഴ്ച പുലർച്ചെ അല്ലെങ്കിൽ രാവിലെയോടുകൂടി വീണ്ടും പുനരാരംഭിക്കുവാനുള്ള സാധ്യതയുമുണ്ട്. അതേസമയം ഈ ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ ലെബനനുമായിട്ട് ഉള്ള ഒരു കാര്യത്തിൽ അത് നെതന്യാഹു ഒട്ടും അയാത്തതും ഈ ചർച്ചകളിലെ ഒരു വലിയൊരു വഴിമുടക്കിയായിട്ട് നിൽക്കുകയാണ്. തന്നെയുമല്ല, അമേരിക്ക വിട്ടുകൊടുക്കാമെന്ന് പറഞ്ഞ മരവിപ്പിച്ച ആസ്തികളുടെ കാര്യത്തിലും പരിമിതമായിട്ടുള്ള തീരുമാനങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ എന്നാണ് അറിയാൻ സാധിച്ചത്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന CNN പുറത്തുവിട്ട ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് ചൈന വലിയ തോതിൽ ഇറാനെ സഹായിക്കുന്നു, അവർക്കുള്ള ആയുധങ്ങൾ, ഷോൾഡർ മിസൈലുകൾ, അങ്ങനെയുള്ള പലതും ഇറാൻ എത്തിച്ചു കൊടുത്തതായിട്ടുള്ള റിപ്പോർട്ട് CNN പുറത്തുവിട്ടു. ഇതിനോട് വളരെ രൂക്ഷമായ ഭാഷയിലാണ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചിരിക്കുന്നത്. ചൈന ഇത്തരം കാര്യങ്ങളിൽ ഇടപെടരുത്, അതിൽ നിന്ന് മാറി നിൽക്കണമെന്നാണ് ട്രംപ് പറയുന്നത്. ഇത് മാത്രമല്ല, ആയുധങ്ങൾ ഉണ്ടാക്കുവാനുള്ള കെമിക്കൽസും മറ്റുള്ള കാര്യങ്ങളും ടെഹ്റാന് വിൽക്കുവാനുള്ള അനുമതി ചൈന ചില കമ്പനികൾക്ക് കൊടുത്തതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതേസമയം ഖത്തറിന്റെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. നാളെ മുതൽ ഹോർമൂസ് കടലിടുക്കിൽ കൂടെ കപ്പലുകൾ സഞ്ചരിക്കും. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ആയിരിക്കും കപ്പലുകൾക്ക് സഞ്ചരിക്കുവാനുള്ള അനുവാദം എന്നാണ് ഖത്തർ പറയുന്നത്. ഖത്തറും ഇറാനും തമ്മിൽ ഏതെങ്കിലും ഒരു ഡീൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതിനെ പറ്റി
ഖത്തർ ഗതാഗത മന്ത്രാലയം വെളിപ്പെടുത്തിയിട്ടുമില്ല. ക്രിസ്റ്റീന ഉന്മേഷ്. മധു, അങ്ങനെയെങ്കിൽ ഈ സമാധാന ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും അതിന്റെ ഒടുവിൽ കാര്യമായ ഒരു പുരോഗതിയും ഇല്ലാതെ ഇത് അവസാനിക്കാനാണോ സാധ്യത, മധു? ഉന്മേഷ്, ഈ ഹോർമോസ് കടലിടുക്കിൽ ഈ അമേരിക്ക ആസൂത്രണം ചെയ്ത ഈ 2 ഡിസ്ട്രോയർ കപ്പൽ, ഒരു പടക്കപ്പൽ വന്നുവെന്ന് IRGC സമ്മതിക്കുന്നുണ്ടെങ്കിലും അത് തിരിച്ചയച്ചു എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ ഈ ഗൺഡോട്ട് ഡിപ്ലോമസി പോലെ, അതായത് തോക്കിൻ മുമ്പിൽ നിന്നും നിർത്തിക്കൊണ്ടുള്ളൊരു ചർച്ചയാണോ അമേരിക്ക ഉദ്ദേശിക്കുന്നതെന്ന് അറിയത്തില്ല. എന്നിരുന്നാലും അല്പ മണിക്കൂറുകൾക്ക് മുമ്പ് പാകിസ്ഥാന്റെ നൂർഖാൻ വ്യോമസേന കേന്ദ്രത്തിൽ ഇറാന്റെ നിരവധി ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ എത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഈ ചർച്ചകളിൽ പങ്കെടുക്കുന്നവർക്ക് വേണ്ട സാങ്കേതിക ജ്ഞാനം പകർന്നു കൊടുക്കാൻ വേണ്ടിയാണ് ഇവർ എത്തിയതെന്നാണ് പറയുന്നത്. മറുവശത്ത് പാകിസ്ഥാന്റെ പോർ വിമാനങ്ങൾ സൗദിയിലെത്തിയതായിട്ടും പറയുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് ശരിക്കും സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും അറിയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് പോകുന്നത്. ഉന്മേഷ്. ശരി, അമേരിക്കയിലെ ന്യൂയോർക്കിലെ ടൈംസ് സ്ക്വയറിൽ നിന്ന് മധു കൊട്ടാരക്കരയാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. 2 ദിവസത്തെ സന്ദർശനത്തിനായി UAE-യിലെത്തിയ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഇന്ന് UAE ഭരണ നേതൃത്വവുമായി ചർച്ച നടത്തും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് സന്ദർശനം. പശ്ചിമേഷ്യയിലെ മാറുന്ന സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിദേശകാര്യമന്ത്രിയുടെ സന്ദർശനമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അതിനിടെ ഇന്ത്യയുടെ ഒരു LPG കപ്പൽ കൂടി ഹോർമൂസ് കടലിടുക്ക് കടന്നു. ജഗ് വിക്രം എന്ന കപ്പലാണ് ഇന്ത്യയിലേക്ക് തിരിച്ചത്. 20,400 മെട്രിക് ടൺ LPG ഉള്ള ഈ കപ്പൽ ബുധനാഴ്ച മുംബൈ തീരത്തെത്തും. നിയമസഭാ തെരഞ്ഞെടുപ്പ് വിലയിരുത്താനുള്ള CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും. മണ്ഡലം കമ്മിറ്റികൾ വഴി ജില്ലാ സെക്രട്ടേറിയറ്റുകൾ ശേഖരിച്ച കണക്ക് ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യും. ഭരണവിരുദ്ധ വികാരമുണ്ടായിട്ടില്ലെന്ന് CPIM വിലയിരുത്തലുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് മേഘന മുരളിയാണ് ചേരുന്നത്. മേഘന, വെരി ഗുഡ് മോർണിംഗ്. ഈ കുട്ടിക്കിഴിക്കലുകളുടെ ഒരു സമയമാണല്ലോ ഇപ്പോൾ. ഭരണവിരുദ്ധ വികാരമില്ല എന്ന് വിലയിരുത്തുമ്പോൾ തന്നെ പരമ്പരാഗത വോട്ടുകൾ, അതേപോലെ തന്നെ ഈ ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ, ഇതൊക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് പോയിരുന്നു എന്നൊരു വിലയിരുത്തലുണ്ടായിരുന്നു. ആ മട്ടിലുള്ള ഒരു അവലോകനം കൂടി ഇത്തവണ ഉണ്ടാവുമോ? ഉന്മേഷ്, സ്വാഭാവികമായും മുന്നണികളെ സംബന്ധിച്ചിടത്തോളം കൂട്ടലുകളുടെയും കിഴിക്കലുകളുടെയും ദിവസങ്ങളാണ് കടന്നു പോകുന്നത്. എല്ലാ മുന്നണികളും നേതൃയോഗങ്ങൾ ചേരുകയും അവർക്ക് എത്ര സീറ്റുകൾ ലഭിക്കും, അതുപോലെ തന്നെ ഒരു ഭരണത്തിലേക്ക് എത്താൻ കഴിയുമോ എന്നടക്കമുള്ള വിലയിരുത്തലുകൾ നടത്തുകയാണ്. അതിനിടയിലാണ് ഇന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നത്. മണ്ഡലം കമ്മിറ്റികൾ വഴി ശേഖരിച്ച് ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയ കണക്കുകളാണ് ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അതിൽ CPIM-ന്റെ പൊതുവെയുള്ളൊരു വിലയിരുത്തൽ എന്ന് പറയുന്നത് മൂന്നാമതും പിണറായി സർക്കാർ അധികാരത്തിലേക്ക് വരും, LDF സർക്കാർ അധികാരത്തിലേക്ക് വരുമെന്നുള്ള ഒരു വിലയിരുത്തലാണ്. 72 മുതൽ 82 വരെ മാർജിനിൽ സീറ്റ് ലഭിക്കാമെന്നുള്ള കാര്യം കൂടി CPIM വിലയിരുത്തുന്നുണ്ട്. അതിൽ നേരത്തെ ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ ന്യൂനപക്ഷ വോട്ടുകളടക്കം പാർട്ടിയിലേക്ക് എത്തിയില്ല എന്നുള്ളൊരു വിലയിരുത്തൽ ഉണ്ടായിരുന്നു. പക്ഷേ അത് അങ്ങനെയല്ല. ആ സാഹചര്യത്തിലൊരു മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പാർട്ടിയുടെ നിലവിലെ ഒരു കണക്കുകൂട്ടൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഭരണ തുടർച്ച ഉണ്ടാകാനുള്ള എല്ലാ കാര്യങ്ങളും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടായിട്ടുണ്ട്. ഈ വയനാട് ഫണ്ടിന്റെ അടക്കം കാര്യത്തിൽ പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് ജനങ്ങൾ എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് പാർട്ടി വിലയിരുത്തുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ കോട്ടകളായി CPIM-ഉം അതുപോലെ തന്നെ LDF-ഉം കണക്കുകൂട്ടിയിരുന്ന പയ്യന്നൂരും തളിപ്പറമ്പും അടക്കമുള്ള മണ്ഡലങ്ങളിൽ വോട്ട് കുറയാനുള്ള, ഭൂരിപക്ഷം കുറയാനുള്ള ഒരു സാധ്യതയുണ്ട്. പയ്യന്നൂരും തളിപ്പറമ്പും ആണെങ്കിലും 49,000-അടുത്താണ് ഭൂരിപക്ഷം കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്. എന്നാൽ അത് പകുതിയായി കുറയാനുള്ള ഒരു സാധ്യതയുണ്ട്. കോട്ടയ്ക്ക് വിള്ളൽ വരാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ള കണക്കൂട്ടലുകൾ കൂടിയുണ്ട്. അതുപോലെ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം 14 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒരു സീറ്റ് മാത്രമായിരുന്നു കോൺഗ്രസിന് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്. എന്നാൽ അതിലും മാറ്റം വരാൻ സാധ്യതയുണ്ട്. കടുത്ത മത്സരം പല മണ്ഡലങ്ങളിലും, അത് വാമനപുരം അടക്കമുള്ള കാട്ടാക്കടയും കഴക്കൂട്ടവും അടക്കമുള്ള മണ്ഡലങ്ങളിൽ, തിരുവനന്തപുരം സെൻട്രൽ അടക്കമുള്ള മണ്ഡലങ്ങളിൽ കടുത്ത മത്സരം LDF നേരിട്ടു എന്നുള്ള കണക്കുകൂട്ടൽ കൂടി ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ പലയിടത്തും പല മന്ത്രിമാരും, അത് K രാജരടക്കമുള്ള, ചിഞ്ചുറാണി അടക്കമുള്ള മന്ത്രിമാരും കടുത്ത മത്സരം നേരിട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു മത്സരം നേരിട്ടിട്ടുണ്ടെങ്കിലും ഒരു ചെറിയ മാർജിനിലെങ്കിലും വിജയിച്ചു കയറും ഇവരെല്ലാം എന്നുള്ള കണക്കുകൂട്ടൽ കൂടി CPIM-നുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ മണ്ഡലം കമ്മിറ്റിയുടെ ഈ വിലയിരുത്തലുകളെല്ലാം ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അവതരിപ്പിക്കും. കൂടാതെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടി കേൾക്കേണ്ടി വന്നിട്ടുള്ള വിമർശനങ്ങൾ അതുകൂടി ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ചയാകുമെന്നുള്ളതാണ് അറിയുന്നത്. ശരി, മേഘന മുരളിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്.
വട്ടിയൂർക്കാവിലും കഴക്കൂട്ടത്തും നേമത്തും BJPയെ CPIM തോൽപ്പിക്കും എന്നാണ് CPIMന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന AR റഹീം MP 24നോട് വ്യക്തമാക്കിയത്. തിരുവനന്തപുരം ജില്ലയിലെ 14 സീറ്റും ഇത്തവണ LDF നേടുമെന്നും AR റഹീം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. BJP വോട്ടർമാർക്ക് 10,000 രൂപയോ അതിലധികമോ നൽകി വോട്ട് വാങ്ങിയിട്ടുണ്ടെന്നും AR റഹീം ആരോപിച്ചു. തിരുവനന്തപുരത്തെ CPMന്റെ ജില്ലാ സെക്രട്ടറി ഈ സാഹചര്യത്തിൽ AR റഹീം MP നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇത്തവണ എത്ര സീറ്റ് ജില്ലയിൽ നിന്ന് പിടിച്ചെടുക്കാനാകുമെന്നാണ്, ജില്ലയിൽ നേടാനാകുമെന്നാണ് അങ്ങയുടെ പാർട്ടിയുടെ പ്രതീക്ഷ? മുഴുവൻ സീറ്റിലും വിജയിക്കാൻ കഴിയുമെന്നാണ് ഇനി ഞങ്ങൾ കൂടിയ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ, ജില്ലയിൽ നിന്നുള്ള സ്റ്റേറ്റ് കമ്മിറ്റി അംഗന്മാരുടെ ഒരു യോഗം തന്നെ ഞങ്ങളിന്ന് ചേർന്ന് വിലയിരുത്തുകയുണ്ടായി. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ. നമ്മൾ 23 ദിവസത്തെ പ്രചാരണ വിഷയങ്ങൾ മൊത്തം എടുത്തൊന്ന് പരിശോധിച്ചാൽ ഡീൽ വിവാദങ്ങൾ, ഡാം തുറക്കൽ, ഡാഷ്മോൻ പ്രയോഗം വരെ ഇങ്ങനെ നീണ്ടുപോകുന്നുണ്ട് ആ പ്രചാരണ വിഷയങ്ങൾ. ഇതിൽ അങ്ങയുടെ പാർട്ടിയുടെയൊക്കെ CPMന്റെ ഈ മണ്ഡലം കമ്മിറ്റി തരത്തിലുള്ള ചർച്ചകൾക്കൊക്കെ ശേഷം എന്താണ് ഇതിലേത് വിഷയമാണ് ജനങ്ങളെ ഇങ്ങനെ കുത്തി ഒലിപ്പിച്ച് ഈ ബൂത്തിലേക്ക് എത്തിച്ച പ്രചാരണ വിഷയം? ജനം ചർച്ച ചെയ്തത് എന്തായിരിക്കുമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ? LDF വന്നില്ല എങ്കിൽ അവരുടെ പെൻഷൻ മുടങ്ങുമെന്ന് അവർക്കറിയാം. LDF വന്നില്ല എങ്കിൽ വികസനം മുടങ്ങുമെന്ന് അവർക്കറിയാം. ഇനി തമ്മിലടിക്കാരല്ലാതെ നല്ലൊരു കൂട്ടർ ഭരിക്കണം എന്നും ജനം കരുതി എങ്കിൽ അവരുടെ എല്ലാ കാര്യങ്ങളും നടക്കണമെന്ന് അവർക്കറിയാം. അങ്ങനെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ജനം വന്ന് വോട്ട് ചെയ്തു എന്നാണ് ഞങ്ങൾ കരുതുന്നത്. തിരുവനന്തപുരത്തിൻ്റെ സാഹചര്യം ഞങ്ങൾ കൃത്യമായി ഇന്ന് പരിശോധിച്ചിട്ടുണ്ട്. അത് വളരെ വ്യക്തമാണ്. ഭരണം തുടരണം എന്ന വികാരം ജില്ലയിലുടനീളം വ്യത്യസ്ത ജനവിഭാഗങ്ങൾക്കിടയിൽ കാര്യമായിട്ടുണ്ടായിരുന്നു. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഈ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, പോളിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ദിവസത്തെ അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രതികരണം ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ BJP സംസ്ഥാനത്തെ ഏറ്റവും നിർണായകമായ ഒരു ശക്തിയായി, ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന ഒരു ശക്തിയായി മാറുമെന്നാണ് പറഞ്ഞത്. അതിലവരുടെ ഏറ്റവും പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിൽ 3 തിരുവനന്തപുരത്താണ്. ഒന്ന് വട്ടിയൂർക്കാവ്, നേമം, കഴക്കൂട്ടം ഇങ്ങനെ പോകുന്നുണ്ട്. ഈ 3 മണ്ഡലങ്ങളും CPMന്റെ സിറ്റിംഗ് സീറ്റുകളാണ്. ഇത് ഇത്തവണ കയ്യിൽ നിന്ന് പോകുമെന്നോ അല്ലെങ്കിൽ BJPക്ക് പിടിച്ചെടുക്കാൻ സാധിക്കുമെന്നോ തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ കിട്ടിയിട്ടുണ്ട്? 3 സീറ്റിലും ഞങ്ങൾ BJP തോൽപ്പിക്കും. ഉറച്ച പ്രതീക്ഷ? ഉറച്ച പ്രതീക്ഷ. അത് തർക്കമൊന്നും പ്രതീക്ഷയില്ല. ഞങ്ങൾ ഉറപ്പാണത്. 3 സീറ്റിലും BJP തോൽപ്പിക്കും. അതിൽ തർക്കമല്ലേ? ഈ 3 സീറ്റ് കണ്ടിട്ട് BJP പ്രസിഡന്റ് സന്തോഷിക്കേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിന് നേമത്ത് പണവും മദ്യവും ഒഴിക്കുകയാണ് BJP വോട്ട് പിടിച്ചതെന്ന് ഇടതുപക്ഷത്തിന്റെ LDF സ്ഥാനാർത്ഥി V ശിവൻകുട്ടി നിരന്തരം ഇന്നലെ കൂടി അദ്ദേഹം ആവർത്തിച്ചിട്ടുണ്ടായിരുന്നു. ഇത് പക്ഷേ ഇതിലിങ്ങനെ ഉറച്ചു നിന്ന് പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ തക്ക തരത്തിലുള്ള എന്തെങ്കിലും തെളിവുകൾ ഇടതുപക്ഷത്തിന്? അല്ല, അതിനകത്ത് എല്ലാം നമുക്കിപ്പോൾ അവരിപ്പോൾ ഏറ്റവും പ്രൊഫഷണലായിട്ടാണല്ലോ ഇത് ചെയ്യുന്നത്. അപ്പോൾ തെളിവുകളൊന്നും പെട്ടെന്ന് ഞങ്ങൾക്ക് കിട്ടണമെന്നുണ്ടാവില്ല. തെളിവിച്ചാൽ സോളിഡായിട്ടുള്ള തെളിവ് കാണിക്കാനുണ്ടാവില്ല. പക്ഷേ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ബോധ്യവും തെളിവും ഞങ്ങളുടെ ബോധ്യത്തിന്മേൽ തന്നെയാണ് ഞങ്ങളിത് പറയുന്നത്. ഉത്തരവാദിത്തോടെ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. കൂടിയാലോചനകൾക്ക് ശേഷമാണ് പറഞ്ഞത്. ശരിയായ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. നേമത്ത് മാത്രമല്ല, ഈ ജില്ലയിലുടനീളം കോടിക്കണക്കിന് രൂപ BJP ഒഴുക്കിയിട്ടുണ്ട്, സംസ്ഥാനത്ത് ഒഴുക്കിയിട്ടുണ്ടാവും. ഇതെല്ലാം ഇന്ത്യയെ വിറ്റ് കിട്ടുന്ന കള്ളപ്പണമാണ് എന്ന് ജനം തിരിച്ചറിയണം. എത്ര കോടിയാണ് BJP ചെയ്ത് ചില മണ്ഡലങ്ങൾ, ചില വോട്ടർമാരുടെ ലോൺ സെറ്റിൽ ചെയ്ത് കൊടുക്കുകയാണ്. ലോൺ സെറ്റിൽ ചെയ്ത് കൊടുത്ത സംഭവങ്ങളുണ്ട്. 10,000 രൂപയൊക്കെ ഒരു വീട്ടിൽ കൊടുത്ത അനുഭവം. 10,000 ഏറ്റവും കുറവാണ് കേട്ടോ അവരുടെ. അതിന് മുകളിൽ വലിയ സ്കെയിലാണ് അവർ കൊടുക്കുന്നത്. ഈ പണം കൊടുത്ത് വോട്ട് വാങ്ങുക, പണം കൊടുത്ത് വോട്ട് വാങ്ങുക, മദ്യമൊഴുക്കുക, ഇത് ഒരു BJPയുടെ രീതിയായി വരികയാണ്. BJP കേരളത്തെ ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ പരീക്ഷണശാലയാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ്. ഇതിലിപ്പോൾ ഇങ്ങനെ പണം ഒഴുക്കുന്നു എന്ന് അങ്ങ് ആരോപിക്കുമ്പോൾ BJP ഇങ്ങനെ വോട്ടർമാർക്ക് പണം കൊടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മദ്യമൊക്കെ ഇങ്ങനെ ഒഴുക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിലെങ്കിലും അവരൊരു പ്രലോഭനത്തിന് വീണ് ഒരുപക്ഷെ BJPക്ക് വോട്ട് ചെയ്യാനുള്ള സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ടോ? അങ്ങനെ അതിൽ 2 തരത്തിലാണ് പണം ഒഴുക്കുക. BJP നേടുന്ന വോട്ടുകൾ അവരുടെ പൊളിറ്റിക്കൽ വോട്ട് മാത്രമാണെന്ന് കരുതരുത് എന്ന് പറഞ്ഞ് BJPക്ക് പണം കൊടുത്ത് വിജയത്തിലേക്ക് എത്താൻ പറ്റുന്ന വിധം പറ്റുമെന്നും കരുതണ്ട. LDFൻ്റെ ഉറച്ച വോട്ട് ഉണ്ട്. LDFൻ്റെ ബൂത്തുകളിൽ ഞങ്ങളുടെ വോട്ടർമാരെ എത്തിക്കുന്നതിനുള്ള നല്ല മെഷീനറി ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ആ മിഷണറിയിലാണ് ഊന്നുന്നത്. അവർ പണക്കൊഴുപ്പിൽ ഊന്നുന്നു, ഞങ്ങൾ മിഷണറിയിൽ ഊന്നുന്നു. ക്യാമറമാൻ രഞ്ജിത്തിനൊപ്പം അജ്മൽ ദിറാർ, 24 തിരുവനന്തപുരം. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ചാടിപ്പോയ പെരിന്തൽമണ്ണ ദൃശ്യ കൊലക്കേസ് പ്രതി വിനീഷിനെ ഇന്ന് കോഴിക്കോട്ടെത്തിക്കും. മുംബൈ CST റെയിൽവേ സ്റ്റേഷന് സമീപത്തു നിന്നാണ് പ്രത്യേക അന്വേഷണ സംഘം പ്രതിയെ ഇന്നലെ പിടികൂടിയത്. 2025 ഡിസംബർ 29-നാണ് മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ശുചിമുറിയുടെ ചുമര് തുറന്ന് വിനീഷ് രക്ഷപ്പെട്ടത്. അനീഷ് ദേവസിയാണ് കോഴിക്കോട് നിന്ന് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നത്. അനീഷ്, ഗുഡ് മോർണിംഗ്. അനീഷ്, എപ്പോഴാണ് ഈ വിനീഷിനെ എത്തിക്കുന്നത്? അനീഷ്,
ഗുഡ് മോർണിംഗ് ഉമേഷ്. ഈ കഴിഞ്ഞ ഡിസംബർ 29-നാണ് ഈ ദൃശ്യക്കൊലക്കേസിലെ പ്രതി വിനീഷ് കോഴിക്കോട് കുതിരോട്ടം മാനസികാരോഗ്യ ആശുപത്രിയിൽ നിന്നും രക്ഷപ്പെട്ടത്. ചായ കുടിക്കാൻ നൽകിയ സ്റ്റീൽ ഗ്ലാസ് ഉപയോഗിച്ച് ഈ സെല്ലിലെ ശുചിമുറിയുടെ ടൈൽസ് ഇളക്കി മാറ്റി ഭിത്തി തുറന്ന് രക്ഷപ്പെടുകയായിരുന്നു. ഇത് രണ്ടാം പ്രാവശ്യമാണ് ഈ വിനീഷ് ഇതുപോലെ രക്ഷപ്പെടുന്നത്. 2022-ലും വിനീഷ് കോഴിക്കോട് കുതിരോട്ടം മാനസിക ആശുപത്രിയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. അന്ന് കർണാടകയിൽ നിന്നായിരുന്നു കേരള പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ഈ കണ്ണൂർ സെൻട്രൽ ജയിലിലെ വിചാരണ തടവനായിരുന്ന വിനീഷ് മാനസിക അസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് കോടതിയുടെ ഒരു പ്രത്യേക നിർദ്ദേശത്തെ തുടർന്ന് ഡിസംബർ 10-നാണ് അദ്ദേഹത്തെ കോഴിക്കോട് മാനസികാരോഗ്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഈ രണ്ടാമതും ഈ വിനീഷ് പുറത്തിയാടി രക്ഷപ്പെട്ടതിനെ തുടർന്ന് കർണാടക കേന്ദ്രീകരിച്ചായിരുന്നു പോലീസ് അന്വേഷണം നടത്തിയിരുന്നത്. എങ്കിലും സൂചനയൊന്നും ലഭിച്ചിരുന്നില്ല. ഇപ്പോൾ 3 മാസത്തിന് ശേഷമാണ് മുംബൈ പോലീസിൻ്റെ ഒരു സഹായത്തോടെ കേരളത്തിൽ നിന്ന് പോയ പ്രത്യേക അന്വേഷണ സംഘം വിനീഷിനെ മുംബൈയിലെ CST റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും പിടികൂടിയിരിക്കുന്നത്. അന്വേഷണ സംഘം എത്തിയപ്പോൾ ഇദ്ദേഹം ബോട്ടിൽ മീൻ പിടിക്കുകയായിരുന്നു. ഇദ്ദേഹം വളരെ സമർത്ഥമായി ഈ അന്വേഷണ സംഘത്തെ കബളിപ്പിക്കുകയായിരുന്നു. അതായത് 3 മാസമായി ഇദ്ദേഹം ഫോണുകളൊന്നും ഉപയോഗിച്ചിരുന്നില്ല. അത് ഈ അന്വേഷണ സംഘത്തിന് ചെറിയ രീതിയിൽ വെല്ലുവിളിയായിട്ടുണ്ടായിരുന്നു. ഏതായാലും ഈ കസ്റ്റഡിയിൽ പിടികൂടിയ വിനീഷിനെ കൊണ്ടുള്ള കേരളത്തിൽ നിന്ന് പോയ പ്രത്യേക അന്വേഷണ സംഘം മുംബൈയിൽ നിന്ന് ട്രെയിൻ മാർഗം കേരളത്തിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ചയോടുകൂടി വിനീഷിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയും തുടർന്ന് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. ഇദ്ദേഹത്തിന് ഒളിവിൽ പോകാൻ മറ്റാരുടെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. 2021-ലാണ് ഈ പ്രണയ അഭ്യർത്ഥന നിശ്ചയത്തിനെ തുടർന്ന് പെരിന്തൽമണ്ണ സ്വദേശിയായ ദൃശ്യയെ ഈ പ്രതി വിനീഷ് വീട്ടിൽ അതിക്രമിച്ചു കയറി കുത്തിക്കൊലപ്പെടുത്തിയത്. ഉന്മേഷ്. ശരി, അനീഷ് ദേവസ്യയാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. കർണാടക ചിക്മംഗ്ലൂരിൽ വിനോദസഞ്ചാരത്തിനിടെ മരിച്ച ശ്രീനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കാൻ പോലീസ് 2 ദിവസത്തിനുള്ളിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചേക്കും. നിലവിൽ യാത്രാസംഘം സഞ്ചരിച്ച സ്ഥലങ്ങളിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ, ചിലരുടെ മൊബൈൽ ഫോൺ വിശദാംശങ്ങൾ ഇതുൾപ്പെടെ ഇപ്പോൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. സജു ചാമക്കാലയിലാണ് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നത്. സജു, ഗുഡ് മോർണിംഗ്. ഈ കുടുംബം ദുരൂഹത ആരോപിച്ചിരുന്നു. ഈ കർണാടക പോലീസിന്റെ അന്വേഷണം എങ്ങനെയാണ് ഇനി? സജു. ഉമേഷ്, ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. ശ്രീനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് കർണാടക പോലീസ്. എന്തായാലും ഇപ്പോൾ ഈ പറഞ്ഞിരുന്നത് പോലെ അസ്വാഭാവിക മരണം ഉണ്ടെന്ന ആരോപണം ഇപ്പോൾ കർണാടക പോലീസ് തള്ളുകയാണ്. പ്രത്യേകിച്ച് കുട്ടി വീണതോ അല്ലെങ്കിൽ മാനസിക സംഘർഷത്തിന് എന്തെങ്കിലും പശ്ചാത്തലത്തിൽ കുട്ടി ഇതിന്റെ മുകളിൽ നിന്ന് ചാടിയതാകാമെന്നുള്ള നിഗമനത്തിലേക്കാണ് ഇപ്പോൾ പ്രാഥമികമായി പോലീസ് എത്തിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നത് തന്നെയാണ്. എന്തായാലും വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് 2 ദിവസത്തിനുള്ളിൽ വരുമെന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയാണ്. പ്രധാനമായിട്ടും ഇപ്പോൾ ലഭിച്ചിട്ടുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കുറച്ച് വിവരങ്ങളൊക്കെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഫോൺ കോൾ രേഖകൾ, ഒപ്പം തന്നെ ഇവർ മുൻപ് സഞ്ചരിച്ച സ്ഥലങ്ങളിലെ CCTV ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിച്ച് അതിനുള്ള അന്വേഷണം നടത്തുകയാണ്. അതായത് ഈ സംഭവത്തിന് തൊട്ട് മുൻപ് കുട്ടിക്ക് എന്തെങ്കിലും മാനസിക സംഘർഷം ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ആരുമായെങ്കിലും ഫോൺ സംസാരിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളടക്കമാണ് ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണങ്ങൾക്ക് പോലീസ് കടക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരണം. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നെങ്കിൽ മാത്രമേ എന്താണ് മരണകാരണം എന്നുള്ളതിൽ കൃത്യമായിട്ടുള്ള ഒരു നിഗമനത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നമുക്ക് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കുട്ടി ഒന്നുകിൽ ഇതിന് മുകളിൽ നിന്ന് വീണതോ അല്ലെങ്കിൽ താഴേക്ക് ചാടിയതോ ആകാമെന്നുള്ള നിഗമനത്തിലേക്കാണ് ഇപ്പോൾ കർണാടക പോലീസ് എത്തിയിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവെടുപ്പിനും അന്വേഷണവുമായി കർണാടക പോലീസ് പാലക്കാട് എത്താനുള്ള സാധ്യതയും ഇപ്പോൾ നിലവിലുണ്ട്. എന്തായാലും ഇപ്പോൾ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അസ്വാഭാവികത ഇല്ല എന്നാണ് ഇപ്പോൾ കർണാടക പോലീസ് വ്യക്തമാക്കുന്നത്. ശ്രീനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ട യാതൊരു സംശയത്തിനും ഇട നൽകാത്ത രീതിയിലുള്ള ഒരു അന്വേഷണത്തിനാണ് ഇപ്പോൾ കർണാടക പോലീസ് തയ്യാറായിരിക്കുന്നത്. സജു ചാമക്കാലയിലാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രചാരണം അവസാന ലാപ്പിലേക്ക് എത്തുകയാണ്. എല്ലാ മുന്നണികളും സജീവമായി തന്നെ ഇപ്പോൾ രംഗത്തുണ്ട്. തമിഴക വെട്രിക്കഴകം അധ്യക്ഷൻ വിജയ് ഇന്ന് കന്യാകുമാരിയിൽ പ്രചാരണം നടത്തും. ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 8 മണി വരെയാണ് പര്യടനത്തിന് അനുമതി. 6 മണ്ഡലങ്ങളിലാണ് പ്രചാരണം നടത്തുക. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പരമക്കുടിയിലും തൂത്തുക്കുടിയിലും ഇന്നെത്തും. പ്രതിപക്ഷ നേതാവ് എടപ്പാടി K പളനിസ്വാമി ഡെൽറ്റ മേഖലയിലാണ് പര്യടനം തുടരുന്നത്. മനേഷ് മൂർത്തിയുണ്ട് ഇപ്പോൾ വിശദാംശങ്ങളുമായി ചെന്നൈയിൽ നിന്ന്. മനേഷ്, അങ്ങനെ അവസാന ലാപ്പിലേക്ക് പ്രചാരണം എത്തുകയാണ്. തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയും വിജയും ഊർജിതമായി തന്നെ കളത്തിലുണ്ട്. എന്താണ് നിലവിലെ ഒരു സാഹചര്യം മനീഷ്? ഉന്മേഷ്, ക്രിസ്റ്റീന, ഇന്നിപ്പോൾ 2 മണി മുതൽ 8 മണി വരെയുള്ള 6 മണിക്കൂറാണ് വിജയ്ക്ക്
പര്യടനം നടത്താനുള്ള ഒരു അനുമതി നൽകിയിരിക്കുന്നത്. അത് കന്യാകുമാരിയിലാണ്. 6 മണ്ഡലങ്ങളിൽ പര്യടനം നടത്താമെന്നുള്ളതാണ് അനുമതിയിൽ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഇന്നലെ കടലൂരിൽ നടത്താനുള്ള ഒരു അനുമതി നേരത്തെ തന്നെ നൽകിയിരുന്നു. പക്ഷേ ഇന്നലെ കടലൂരിലുള്ള പരിപാടി വിജയ് റദ്ദാക്കുകയും ചെയ്തിരുന്നു. കാരണം പ്രധാനപ്പെട്ട കാര്യം, ഈ പുറകിൽ ആളുകൾ വരുന്നതും വാഹനത്തിൽ ആളുകൾ വരുന്നതും ബൈക്കിൽ ആളുകൾ വരുന്നതും ഒക്കെ വലിയ തോതിലുള്ള ബുദ്ധിമുട്ടും അപകടങ്ങളിലേക്കൊക്കെ നയിക്കുന്ന ഒരു നിലയുണ്ടായി. കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ കാരണം കൊണ്ടാണ് അത് ചെന്നൈയിൽ നിന്ന് കടലൂർ വരെ ബൈ റോഡ് പോകാനുള്ള ഒരു പദ്ധതിയായിരുന്നു നേരത്തെ തന്നെ വിജയ് തയ്യാറാക്കിയിരുന്നത്. പക്ഷേ അത് അപകട സാധ്യത ഉണ്ടാകും എന്നുള്ളതുകൊണ്ടാണ് ഇന്നലത്തെ പരിപാടി റദ്ദാക്കിയത്. എന്തായാലും ഇന്നിപ്പോൾ 2 മണി മുതൽ 8 മണി വരെയുള്ള ഒരു സമയം എന്തായാലും കന്യാകുമാരിയിലുണ്ട്. വരും ദിവസങ്ങളിലും വിജയ് സമാനമായ രീതിയിലുള്ള പര്യടനത്തിലുണ്ട് എന്ന് തന്നെയാണ് നമുക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുഖ്യമന്ത്രിയാണെങ്കിൽ ഇന്നിപ്പോൾ കടലൂരും തൂത്തുക്കുടി പോലുള്ള മേഖലകൾ, അതായത് കടലോര മേഖലകളിലാണ് ഇന്ന് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ പര്യടനം. ഡെൽറ്റ മേഖല, അതായത് കാവേരി ഡെൽറ്റ മേഖലയിലാണ് പ്രതിപക്ഷ നേതാവിന്റെ പര്യടനം നടക്കുന്നത്. മാത്രമല്ല ദേശീയ നേതാക്കൾ അതുപോലെ തന്നെ സംസ്ഥാന നേതാക്കൾ എല്ലാം തന്നെ കാര്യമായ അർത്ഥത്തിലുള്ള പ്രചാരണത്തിലാണ്. ഇതിന്റെ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ ചെന്നൈയിൽ കമൽഹാസൻ കൂടി, മക്കൾ നീതി മയ്യം നേതാവായിട്ടുള്ള കമൽഹാസൻ കൂടി DMK സഖ്യത്തിന് വേണ്ടി പ്രചാരണത്തിന് എത്തുന്നു എന്ന ഒരു കാര്യം കൂടിയുണ്ട്. 17-ാം തീയതി മുതൽ 20-ാം തീയതി വരെയാണ് ചെന്നൈയിലെ മണ്ഡലങ്ങളിൽ കമൽഹാസൻ പര്യടനം നടത്തും. അങ്ങനെ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ എന്തായാലും പ്രചാരണം കൊടുമ്പിരി കൊണ്ട് തന്നെയാണ് നടക്കുന്നത് തമിഴ്നാട്ടിലെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 234 മണ്ഡലങ്ങൾ 118 എന്ന് പറയുന്ന ഒരു മാജിക് നമ്പറിലേക്ക് എത്താനുള്ള ഒരു ശ്രമം. കാരണം ഇത്തവണ 2 മുന്നണികൾ മാത്രമല്ല, ഒരു പാർട്ടി കൂടി, TVK എന്ന് പറയുന്ന ഒരു പാർട്ടി കൂടി തിരഞ്ഞെടുപ്പിനുണ്ട്. വലിയ തോതിൽ ആളുകൾ കൂടുന്നുണ്ട് വിജയ് പോകുന്ന ഇടങ്ങളിലെല്ലാം തന്നെ. അപ്പോൾ അത് ഏതൊക്കെ തരത്തിലാണ് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുക, വോട്ടിങ്ങിനെ ബാധിക്കുക എന്നതൊക്കെ തന്നെയാണ് ഇത്തവണ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. എന്തായാലും അവസാന ലാപ്പിലാണ്. സജീവമായ ഇവ തന്നെ പ്രചാരണ രംഗത്തുണ്ട് പാർട്ടികളും മുന്നണികളും എല്ലാം. ഉന്മേഷ്, ക്രിസ്റ്റീന. ശരി, മനേഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമാക്കിയ മുന്നണികൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് BJPയുടെ പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. മോദിക്ക് പുറമെ മറ്റ് സംസ്ഥാനങ്ങളിലെ BJP മുഖ്യമന്ത്രിമാർ സംസ്ഥാനത്ത് ക്യാമ്പ് ചെയ്ത് പ്രചാരണം നടത്തുന്നുണ്ട്. അതേസമയം വോട്ടർ പട്ടിക ക്രമക്കേടടക്കം ചൂണ്ടിക്കാണിച്ചാണ് തൃണമൂൽ കോൺഗ്രസിന്റെ പ്രചാരണം. ഏപ്രിൽ 23-നാണ് ബംഗാളിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. 152 മണ്ഡലങ്ങളിലായി 3.6 കോടി വോട്ടേഴ്സ് പോളിംഗ് ബൂത്തിലെത്തും. കുംഭമേളയിൽ വൈറലായ പെൺകുട്ടിയുടെ വിവാഹത്തിൽ രേഖകളുടെ വിശദ പരിശോധനയ്ക്ക് കേരള പോലീസ് ഇപ്പോൾ ഒരുങ്ങുകയാണ്. തുടരന്വേഷണത്തിനായി മധ്യപ്രദേശ് പോലീസ് ഇന്ന് കേരളത്തിലെത്തിയേക്കും. വിവാഹ സമയത്ത് പെൺകുട്ടിയുടെ പ്രായം സംബന്ധിച്ച തർക്കമുണ്ടായിരുന്നില്ലെന്ന് തമ്പാനൂർ പോലീസ് പറയുന്നു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് മേഘന മുരളി വീണ്ടും ചേരുകയാണ്. മേഘന, ഗുഡ് മോർണിംഗ് അഗെയിൻ. ഈ ഒരു വിഷയത്തിൽ പെൺകുട്ടിക്ക് വിവാഹിതയാകുമ്പോൾ പ്രായം 16 മാത്രമാണെന്ന രീതിയിൽ ഇപ്പോൾ പെൺകുട്ടി ജനിച്ച ഹോസ്പിറ്റലിൽ നിന്നുള്ള രേഖകൾ വരുന്നുണ്ട്. മധ്യപ്രദേശ് പോലീസ് ഫർമാൻ ഖാനെതിരെ പോക്സോ കേസ് ചുമത്തിയെന്ന വിവരം വരുന്നുണ്ട്. അപ്പോൾ ഇത് കേരളത്തിൽ ഈ വിവാഹം നടന്നതുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള അന്വേഷണമായിരിക്കും നടക്കുക? വിവരങ്ങൾ. ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ അന്വേഷണത്തിലാണ് പെൺകുട്ടിക്ക് വിവാഹ സമയത്ത് 16 വയസ്സ് മാത്രമായിരുന്നു പ്രായമെന്നുള്ള കണ്ടെത്തൽ വരുന്നത്. അതിനുശേഷം ഇവിടെ കേരളത്തിൽ അത് വലിയ രാഷ്ട്രീയ വിവാദം ഉണ്ടാകുന്നു. അത് വിവാഹത്തിന് നേതൃത്വം കൊടുത്ത CPM നേതൃത്വം അടക്കം അതിന് ഉത്തരം പറയേണ്ടി വരുന്നു. രാഷ്ട്രീയമായി പ്രതിരോധിക്കേണ്ട സാഹചര്യം അടക്കമുണ്ട്. അതിനിടയിലാണ് ഇതിൽ കേരള പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു വിശദീകരണം, അതുപോലെ തന്നെ ആ സമയത്ത് വിവാഹ സമയത്ത് ഹാജരാക്കിയ രേഖകളുടെ ആധികാരിക പരിശോധനയ്ക്ക് കേരള പോലീസ് തയ്യാറെടുക്കുന്നത് എന്നുള്ളതാണ്. അതിൽ DGP അടക്കം ഒരു വിശദീകരണം DGPക്ക് അടക്കം ഒരു വിശദീകരണം തമ്പാനൂർ പോലീസ് നൽകേണ്ടി വരും എന്നുള്ള കാര്യം കൂടി അറിയുന്നുണ്ട്. അതിൽ തമ്പാനൂർ പോലീസിന്റെ ഒരു വിശദീകരണം എന്ന് പറയുന്നത് ഈ സമയത്ത് ഈ രേഖകൾ പരിശോധിച്ചിരുന്നു. ആധാർ കാർഡും അതുപോലെ തന്നെ ജനന സർട്ടിഫിക്കറ്റും പരിശോധിച്ചിരുന്നു. ആ സമയത്ത് 18 വയസ്സ് പ്രായം തികഞ്ഞിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിന്റെ ആധികാരികത പരിശോധിച്ച് തന്നെയാണ് ഈ വിവാഹത്തിലേക്ക് കടന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ തമ്പാനൂർ പോലീസ് പറയുന്നുണ്ട്. അതുപോലെ മധ്യപ്രദേശ് പോലീസാണ് ഈ പെൺകുട്ടിയുടെ ഭർത്താവായിട്ടുള്ള വിവാഹം ചെയ്ത ഫർമാൻ ഖാനെതിരെ പോക്സോ നിയമപ്രകാരം കേസെടുത്തിട്ടുള്ളത്. അങ്ങനെ മധ്യപ്രദേശ് പോലീസ് കേരളത്തിലേക്ക് എത്താനിരിക്കുകയാണ്. ഇന്ന് കേരളത്തിലേക്ക് എത്തി വിശദമായ അന്വേഷണം നടത്തുമെന്നുള്ള കാര്യമാണ് അറിയുന്നത്. അതിനു മുന്നേ തന്നെ ഈ രേഖകളുടെ ആധികാരികത പരിശോധിക്കുക എന്നുള്ളതാണ് പോലീസ് ലക്ഷ്യം വെക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ഈ സൈറ്റ് വഴിയാണ് ഈ വിവാഹം നടന്നിട്ടുള്ളത്. അങ്ങനെ ഇതിന്റെ അടക്കം പരിശോധനകൾ നടക്കുമെന്നുള്ള കാര്യം കൂടി അറിയുന്നുണ്ട്. വിവാഹ സമയത്ത് ഈ പെൺകുട്ടിയുടെ പ്രായത്തെക്കുറിച്ച് പിതാവ് അടക്കം തർക്കം ഉന്നയിച്ചിരുന്നില്ല. വിവാഹം കഴിപ്പിക്കരുത് എന്ന് പറഞ്ഞെങ്കിലും ഈ പ്രായം അവിടെ ഒരു പ്രശ്നമായിരുന്നില്ല. പ്രായത്തെക്കുറിച്ച് പിതാവും പറഞ്ഞിരുന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ തമ്പാനൂർ പോലീസ് പറയുന്നത്. ഒരു DGPക്ക് വിശദീകരണം തമ്പാനൂർ പോലീസ് നൽകേണ്ടി വരുമെന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ.
മേഘന മുരളിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ഡൽഹിയിൽ നിന്ന് ഒരു അപ്ഡേറ്റ് കൂടി ഈ വിഷയത്തിൽ വരുന്നുണ്ട്. ആർ അച്യുതൻ അറിയിക്കുന്നുണ്ട്. ഈ വിവാഹവുമായി ബന്ധപ്പെട്ട് പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ മൊഴി എടുത്തിട്ടുണ്ട് മധ്യപ്രദേശ് പോലീസ്. ഒപ്പം തന്നെ വ്യാജരേഖ ഉണ്ടാക്കിയെങ്കിൽ അത് ആരൊക്കെയാണ് അതിന്റെ പിന്നിൽ, അതിൽ തെളിവുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് പോലീസ്. കൂടുതൽ പേരെ പ്രതിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് മധ്യപ്രദേശിലെ മഹേശ്വർ പോലീസ് അതിൽ നിയമോപദേശം തേടിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ മാസം 22-ന് പൂർണ്ണമായ റിപ്പോർട്ട് ദേശീയ പട്ടികവർഗ കമ്മീഷൻ സമർപ്പിക്കുമെന്നും മധ്യപ്രദേശ് പോലീസ് അറിയിച്ചിട്ടുണ്ട്. HRDS സ്ഥാപക സെക്രട്ടറി അജയ് കൃഷ്ണനെതിരായ പോക്സോ പരാതി ഡൽഹി പോലീസ് വിശദമായി അന്വേഷിക്കും. ലൈംഗികാതിക്രമത്തിന് ഇരയായ പെൺകുട്ടിയുടെ രഹസ്യമൊഴി വിശദമായി പരിശോധിച്ച ശേഷമായിരിക്കും പോലീസ് തുടർ നടപടി സ്വീകരിക്കുക. എഫ്ഐആറിൽ പ്രതിയുടെ പേര് രേഖപ്പെടുത്താത്ത പശ്ചാത്തലത്തിലാണ് കസ്റ്റഡിയിലെടുത്ത് അജയ് കൃഷ്ണനെ ചോദ്യം ചെയ്ത ശേഷം ഡൽഹി പോലീസ് വിട്ടയച്ചത്. ആവശ്യപ്പെടുന്ന അനുസരിച്ച് ഹാജരാകണമെന്ന് പോലീസ് അജയ് കൃഷ്ണന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം പരാതി ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന വാദത്തിൽ സന്നദ്ധ സംഘടനയായ HRDS ഉറച്ചു നിൽക്കുകയാണ്. പരാതിക്കാരനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് സംഘടനയുടെ അടുത്ത നീക്കം. ഭീകര സംഘടനയുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന ഒരാളെ അറസ്റ്റ് ചെയ്ത് ഡൽഹി പോലീസ്. ഭുവനേശ്വറിൽ നിന്നാണ് 22-കാരനായ ഷെയ്ഖ് ഇമ്രാനെ അറസ്റ്റ് ചെയ്തത്. ആർ അച്യുതൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് ഇപ്പോൾ വിശദാംശങ്ങളുമായി. അച്യുതൻ, ഗുഡ് മോർണിംഗ്. വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ് കൃഷ്ണ, ഗുഡ് മോർണിംഗ്. ഭീകര ബന്ധം സംശയിക്കുന്ന ഒരാളെയാണ് ഈ ഭുവനേശ്വറിൽ നിന്ന് ഡൽഹി പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലം എന്നുള്ളത് ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ ദേശവിരുദ്ധ ഉള്ളടക്കം പ്രചരിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് പല ആളുകളെ ഡൽഹി പോലീസ് നിരീക്ഷിച്ചു വന്നിരുന്നു. അതിലൊരാളായിരുന്നു ഈ ഭുവനേശ്വറിൽ നിന്ന് അറസ്റ്റിലായ 22-കാരൻ ഷെയ്ഖ് ഇമ്രാൻ. ഷെയ്ഖ് ഇമ്രാന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ പരിശോധിച്ചപ്പോൾ ഈ ദേശവിരുദ്ധമായിട്ടുള്ള പലതരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ ഇയാൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു. ഒപ്പം തന്നെ കൂടുതൽ അന്വേഷണത്തിലാണ്. ഡൽഹിയിൽ ഇദ്ദേഹം ഉണ്ടായിരുന്ന സമയത്ത് ചില ഭീകര സംഘടനകളുമായി ബന്ധം പുലർത്തിയിരുന്നതായും ഡൽഹി പോലീസ് കണ്ടെത്തി. ഇതിനെ തുടർന്നാണ് ഭുവനേശ്വറിൽ നിന്ന് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിലവിലിപ്പോൾ കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ഇതുമായി ബന്ധപ്പെട്ട പുരോഗമിക്കുന്നതായാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഉന്മേഷ് കൃഷ്ണ. ശരി, ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. കർണാടകയിൽ മന്ത്രിസഭാ പുനഃസംഘടന എന്ന ആവശ്യം വീണ്ടും ശക്തമാവുകയാണ്. MLA TB ജയചന്ദ്രയുടെ നേതൃത്വത്തിലുള്ള മുതിർന്ന MLAമാർ ഇന്ന് ഡൽഹിക്ക് പോകും. 3-ൽ കൂടുതൽ തവണ വിജയിച്ച MLAമാരെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്നാണ് ആവശ്യം. വിവരങ്ങളുമായി സജു ചാമക്കാലയിൽ വീണ്ടും ചേരുകയാണ് ബംഗളൂരുവിൽ നിന്ന്. സജു, ഗുഡ് മോർണിംഗ് അഗെയിൻ. എന്ത് തരത്തിലുള്ള ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്? കുറേ നാളുകളായിട്ടുള്ളതാണ് ഈ പുനഃസംഘടന ആവശ്യം. അത് ഏത് മട്ടിൽ നടത്തണമെന്നാണ് ഈ MLAമാരുടെ ആവശ്യം? ക്രിസ്ത്യന, ഏറ്റവും പ്രധാനമായിട്ടും ഈ മന്ത്രിസഭ പുനഃസംഘടന ഉടൻ വേണമെന്ന ഒരു ആവശ്യവുമായിട്ടാണ് ഇപ്പോൾ MLAമാർ ഡൽഹിയിലേക്ക് പോകാനിരിക്കുന്നത്. 20-ലധികം MLAമാരാണ് പ്രധാനമായിട്ടും ഈ ഒരു ആവശ്യം മുൻപോട്ട് വെക്കുന്നത്. പ്രത്യേകിച്ച് 3 മുതൽ 6 തവണ വരെ MLAമാർക്ക് മന്ത്രിസഭയിൽ സ്ഥാനം നൽകണമെന്നുള്ള പ്രധാനപ്പെട്ട ആവശ്യം അവർ നാളുകളായി ഉന്നയിക്കുകയായിരുന്നു. പക്ഷേ ഇത് അംഗീകരിക്കാൻ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രിയോ തയ്യാറായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഡൽഹിയിലേക്ക് പോയി ഹൈക്കമാൻഡുമായി ഇത്തരം ആവശ്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി അവർ ഒരുങ്ങുന്നത്. 20 MLAമാരാണ് ഈ ഒരു ആവശ്യമായി ഇപ്പോൾ മുൻപോട്ട് പോയിരിക്കുന്നത്. എന്തായാലും വലിയ തോതിൽ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള അടിപിടിക്കിടെയാണ് ഇപ്പോൾ ഈ ഒരു ആവശ്യം കൂടി രംഗത്തെത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണ്ട എന്നും മുഖ്യമന്ത്രി സ്ഥാനം തനിക്ക് വേണമെന്നുള്ള ആവശ്യവുമായിട്ട് DK ശിവകുമാർ വലിയ തോതിൽ പ്രശ്നമുണ്ടാക്കിയെങ്കിൽ പോലും അതൊക്കെയും ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ മാറ്റിവെക്കുകയായിരുന്നു. പ്രത്യേകിച്ച് അതിന് പിന്നാലെയാണ് ഇപ്പോൾ MLA ആവശ്യമായി മുൻപോട്ട് വന്നിരിക്കുന്നത്. മന്ത്രിസഭയിൽ പുനഃസംഘടന ആവശ്യമാണെന്നും സ്ഥാനമുള്ള, അതായത് 3 മുതൽ 6 തവണ വരെ MLAമാരായ മന്ത്രിസഭയിലേക്ക് പരിഗണിക്കണം എന്നുള്ള പ്രധാനപ്പെട്ട ആവശ്യമാണ് ഈ മുതിർന്ന MLAമാർ ഇപ്പോൾ മുൻപോട്ട് വെച്ചിരിക്കുന്നത്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഗായിക ആശാ ഭോസ്ലെ തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുകയാണ്. ഇന്നലെയാണ് മുംബൈയിലെ ബ്രീച്ച് കാൻഡി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. നെഞ്ചിലെ അണുബാധയും കടുത്ത തളർച്ചയും കാരണമാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതെന്ന് കുടുംബം അറിയിച്ചു. 92-കാരിയായ ഗായികയ്ക്ക് ഏതാനും ദിവസമായി ശ്വസന സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. വിദഗ്ധരായ പ്രത്യേക സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോഴത്തെ ചികിത്സ. ടൈപ്പ് 1 പ്രമേഹ നിയന്ത്രണത്തിനായി വിദ്യാഭ്യാസ പരിപാടിയുമായി P. കേശവദേവ് ട്രസ്റ്റ് കൊച്ചി കലൂരിലെ IMA ഹൌസിൽ ഇന്ന് രാവിലെ 10 മുതൽ 3 വരെയാണ് പരിപാടി. ഡോക്ടർ ജ്യോതിദേവ് കേശവദേവ്, ഡോക്ടർ ആശ ആഷിഖ് എന്നിവർ ക്ലാസ് എടുക്കും. കുട്ടികൾക്കും മുതിർന്നവർക്കും പങ്കെടുക്കാം.
തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലയിലുണ്ടായ ഒരു അതുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ്. മലപ്പുറം ജില്ലയിലെ സ്ട്രോങ് റൂം തുറക്കാൻ താൻ നിർദ്ദേശം നൽകി എന്ന ആരോപണം തള്ളി മലപ്പുറം ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ. വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിക്കാൻ നിയമാനുസൃത നടപടികളാണ് സ്വീകരിക്കാറുള്ളതെന്ന് കളക്ടർ വിശദീകരിച്ചു. റിസർവ് വോട്ടിംഗ് യന്ത്രങ്ങൾ ജില്ലാതല EVM വെയർ ഹൌസുകളിലേക്ക് മാറ്റാനുള്ളതാണ്. രാഷ്ട്രീയ പാർട്ടികളെ ചട്ടപ്രകാരം അറിയിച്ച ശേഷമാണ് യന്ത്രങ്ങൾ മാറ്റാറ്. ഇതിനു വിരുദ്ധമായി പ്രചരിക്കുന്ന കാര്യങ്ങൾ ശരിയല്ലെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘിച്ച് സ്ട്രോങ് റൂം തുറക്കാൻ ജില്ലാ കളക്ടർ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയെന്നാരോപിച്ച് UDF നേരത്തെ രംഗത്ത് വന്നിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ കളക്ടർ ശ്രമിച്ചെന്നായിരുന്നു UDFന്റെ ആരോപണം. ഇനി IPL വാർത്തകളിലേക്കാണ്. IPL ഇന്ന് മുംബൈ ഇന്ത്യൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ബ്ലോക്ക് ബസ്റ്റർ പോരാട്ടം നടക്കും. രാത്രി 7:30 മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് മത്സരം. 3:30 ലക്നൌ സൂപ്പർ ജയന്റ്സ് ഗുജറാത്ത് ടൈറ്റൻസ് മത്സരവുമുണ്ട്. റോക്കോ ജോഡി ഇന്ന് വീണ്ടും കളത്തിൽ. പക്ഷേ 2 ജേഴ്സിയിൽ 2 ചേരിയിൽ. നായകന്റെ തൊപ്പിയില്ലെങ്കിലും മുംബൈയുടെ രാജ രോഹിത് ശർമ്മയാണ്. ബംഗളൂരുവിന്റെ കിങ് വിരാട് കോഹ്ലിയും. മുംബൈ ഇന്ത്യൻസ് റോയൽ ചലഞ്ചേഴ്സ് പോരിനെ ഗ്ലാമർ പോരാട്ടമാക്കുന്നത് റോക്കോ ജോഡി തന്നെ. തോറ്റു തുടങ്ങുന്നവരെന്ന കഴിഞ്ഞ 13 സീസണിലെ നാണക്കേട് തീർത്ത ഇത്തവണ ജയിച്ചു തുടങ്ങിയ മുംബൈ ഇന്ത്യൻസ് പിന്നീടുള്ള 2 കളിയിലും നിരാശപ്പെടുത്തി. ബാറ്റിംഗ് യൂണിറ്റിന്റെ സ്ഥിരതയില്ലായ്മയും ബൗളേഴ്സ് മികവിലേക്ക് ഉയരാത്തതുമാണ് പ്രശ്നം. അതിനപ്പുറം എന്തു ചെയ്യുമെന്ന് അറിയാതെ അന്തം വിട്ടു നിൽക്കുന്ന ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയും. 2020 ശേഷം കിരീടമെന്ന സ്വപ്നം പൂവണിയണമെങ്കിൽ ദൈവത്തിന്റെ പോരാളികൾ ഇനിയെങ്കിലും ഉണർന്നേ പറ്റൂ. ആദ്യ 2 കളിയും ജയിച്ച ഗംഭീര തുടക്കമായിരുന്നു റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിൻ്റേത്. എന്നാൽ രാജസ്ഥാൻ റോയൽസിനെതിരെ വൈഭവ് സൂര്യവംശിയുടെ വമ്പനടിയൽ പകച്ചുപോയി. എന്നാൽ കഴിഞ്ഞ സീസണിലെ പോലെ വാങ്കഡയിൽ ജയിച്ച കിരീടം നിലനിർത്താനുള്ള പോരിലേക്ക് തിരിച്ചെത്താമെന്ന് നിലവിലെ ചാമ്പ്യൻസ് കരുതുന്നു. 3:30 നടക്കുന്ന ആദ്യ മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയന്റ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. കഴിഞ്ഞ മത്സരത്തിലെ ത്രസിപ്പിക്കൻ ജയങ്ങളുടെ കരുത്തുമായാണ് ഇരു ടീമുകളുടെയും വരവ്. 21-കാരൻ മുകുൾ ചൗധരിയുടെ വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനത്തിൽ ലക്നൌ കൊൽക്കത്തയെ വീഴ്ത്തിയപ്പോൾ ഡൽഹിക്കെതിരെ 1 റൺസിനായിരുന്നു ഗുജറാത്ത് ടൈറ്റൻസിന്റെ ജയം. സ്പോർട്സ് ഡെസ്ക് 24. രാജ്യാന്തര ബ്രാൻഡായ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂം തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഇടുക്കി MP ഡീൻ കുര്യാക്കോസും തൊടുപുഴ MLA PJ ജോസഫും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ഉപഭോക്താക്കൾക്ക് കൂടുതൽ സൗകര്യപ്രദമായ രീതിയിൽ ആഭരണങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനുള്ള സൗകര്യമാണ് പുതിയ ഷോറൂമിൽ ഒരുക്കിയിട്ടുള്ളത്. ഉപഭോക്താക്കൾക്ക് മികച്ച ഷോപ്പിംഗ് അനുഭവം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് തൊടുപുഴയിലെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം ഉദ്ഘാടനം ചെയ്തത്. അത്യാധുനിക ഇന്റീരിയർ ഡിസൈനിലാണ് നവീകരണം. കേരളത്തിൽ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ സാന്നിധ്യം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് തൊടുപുഴയിലെ ഷോറൂം നവീകരിച്ചത്. നമ്മുടെ ലോകത്തിന്റെ ഏത് ഭാഗത്ത് ചെന്നാലും നമ്മുടെ മലബാർ ഗോൾഡ് ചെന്നാൽ ഈ ഒരു ലെവലിലാണ് നിങ്ങൾ കാണുക. കാരണം ഈ ഒരു ഇന്റീരിയർ, ഈ ഒരു എല്ലാം ഒരേ തരത്തിലുള്ള ഒരു ബ്രാൻഡ് ആണ്. ലോകോത്തരമായ എല്ലാവിധ ഡിസൈനുകളുള്ള നവീനമായ രീതിയിൽ നല്ല ഡിസൈനോട് കൂടിയുള്ള ആഭരണങ്ങൾ, വാച്ചുകൾ ഒക്കെ ഇവിടെ കിട്ടും. സ്വർണം, ഡയമണ്ട്, പ്ലാറ്റിനം, പ്രഷ്യസ് സ്റ്റോൺസ് എന്നിവയിൽ തീർത്ത മനോഹരമായ ആഭരണങ്ങളുടെ വൻ ശേഖരമാണ് പുതിയ ഷോറൂമിന്റെ ആകർഷണം. വിവാഹ ആവശ്യങ്ങൾക്കായി പ്രത്യേക ഡിസൈനുകളും മോഡേൺ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനേജ്മെന്റ് പ്രതിനിധികളും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുത്തു. 24 ഇടുക്കി. കുംഭമേളയിൽ വൈറലായ പെൺകുട്ടിയുടെ വിവാഹത്തിൽ അന്വേഷണം ഊർജിതമാക്കുകയാണ് ഇപ്പോൾ മധ്യപ്രദേശ് പോലീസ്. പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ മൊഴിയെടുത്തു. വ്യാജരേഖ ഉണ്ടാക്കിയതിലും പോലീസ് തെളിവുകൾ ശേഖരിച്ചു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് അച്യുതനാണ് ചേരുന്നത്. അച്യുതൻ, വെരി ഗുഡ് മോർണിംഗ്. ഈ പെൺകുട്ടി ജനിച്ച ആശുപത്രിയിലെ രേഖകൾ വെച്ച് പെൺകുട്ടിയുടെ പ്രായം 16 ആണെന്ന രേഖകൾ പുറത്തു വരുമ്പോൾ ആരാണ് ഈ വ്യാജരേഖ ഉണ്ടാക്കിയത്? അത് എങ്ങനെ സംഭവിച്ചു? ഇക്കാര്യത്തിലൊക്കെയാണോ മധ്യപ്രദേശ് പോലീസ് അന്വേഷണം നടത്തുന്നത്? അവർ കേരളത്തിലേക്ക് വന്ന കൂടുതൽ കാര്യങ്ങൾ പരിശോധിക്കുമെന്ന വിവരങ്ങളും വരുന്നുണ്ടല്ലോ.
ഉമേഷ് കൃഷ്ണ, ഈ വിഷയത്തിൽ അതായത് കുംഭമേള പെൺകുട്ടിയുടെ വിവാഹം, പിന്നെ അതിനെ തുടർന്നുണ്ടായ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിവാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിലിപ്പോൾ മധ്യപ്രദേശ് പോലീസിന്റെ അന്വേഷണം അത് ഊർജിതമായി മുന്നോട്ട് പോകുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ മൊഴി ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ പ്രായം സംബന്ധിച്ച കാര്യങ്ങളിൽ മാതാപിതാക്കളുടെ മൊഴി കൂടി ഇപ്പോൾ മധ്യപ്രദേശ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ വ്യാജ രേഖ ഉണ്ടാക്കിയതിൽ കൂടുതൽ തെളിവുകളും ഇതുമായി ബന്ധപ്പെട്ട് ശേഖരിച്ച് തുടങ്ങിയിട്ടുണ്ട്. കാരണം അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ്, അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെ പ്രായം 16 ആണ് എന്നതിന്റെ അറിവോടുകൂടിയാണ് മധ്യപ്രദേശ് പോലീസ് ഇതിലെ മറ്റു നടപടികളുമായി മുന്നോട്ട് പോയത്. അതിലെന്തായാലും കൂടുതൽ തെളിവുകൾ ഇപ്പോൾ പോലീസ് ശേഖരിക്കുകയാണ്. കൂടുതൽ പേരെ പ്രതിയാക്കുന്നതിലുള്ള നിയമോപദേശവും മധ്യപ്രദേശ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട തേടിയിട്ടുണ്ട്. കാരണം ഈ പോക്സോ നിയമപ്രകാരം ഈ ഇത്തരത്തിലുള്ള 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ വിവാഹം നടത്തി കൊടുക്കുമ്പോൾ സ്വാഭാവികമായും അതിനൊപ്പം ആ വിവാഹത്തിനൊപ്പം ചേരുന്നവരെയും പ്രതിയാക്കുവാൻ അല്ലെങ്കിൽ അവർക്കെതിരെയും കേസുകൾ ചുമത്താനുള്ള വകുപ്പുകളുണ്ട്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി ഇപ്പോൾ മധ്യപ്രദേശ് പോലീസ് പരിശോധിച്ചു വരികയാണ്. ഒപ്പം തന്നെ ഈ മാസം 22-ന് ഈ കേസുമായി ബന്ധപ്പെട്ട പൂർണ്ണമായ റിപ്പോർട്ട് ദേശീയ പട്ടിക വർഗ കമ്മീഷന് സമർപ്പിക്കും എന്ന കാര്യം കൂടി ഇപ്പോൾ മധ്യപ്രദേശ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ മധ്യപ്രദേശ് പോലീസിന്റെ അന്വേഷണം ഊർജിതമായി മുന്നോട്ട് പോവുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്ന് ആർ അച്യുതൻ. മഞ്ഞളാംകുഴി അലി സീറ്റ് നേടിയത് മുസ്ലിം ലീഗിനെ സമ്മർദ്ദത്തിലാക്കിയെന്ന് മങ്കടയിലെ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി കുന്നത്ത് മുഹമ്മദ്. സീറ്റ് നൽകിയില്ലെങ്കിൽ മങ്കടയിലും പെരിന്തൽമണ്ണയിലും ലീഗിനെ തോൽപ്പിക്കും എന്ന് പറഞ്ഞു. മഞ്ഞളാംകുഴി അലിക്ക് പഴയ പ്രതാപമുണ്ടെന്ന് കരുതിയാണ് ലീഗ് സീറ്റ് നൽകിയത്. ജയിച്ചാൽ മുസ്ലിം ലീഗിലേക്ക് മടങ്ങിപ്പോകുമെന്ന തന്റെ ശബ്ദരേഖ ഇടതു പിന്തുണ ലഭിക്കുന്നതിന് മുൻപുള്ളത്. സഹായിച്ചത് ഇടതുപക്ഷമെന്നും അവരുടെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ടാകുമെന്നും കുന്നത്ത് മുഹമ്മദ് 24-നോട് പറഞ്ഞു. മങ്കടയിലെ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി കുന്നത്ത് മുഹമ്മദാണ് 24-നൊപ്പം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ബൂത്തുകളിൽ നിന്നുള്ള കണക്കൊക്കെ കിട്ടിയോ? എന്താണ് ഒരു പ്രതീക്ഷ ഇപ്പോൾ നിലവിൽ? ബൂത്തിൽ നിന്നുള്ള കണക്കുകളൊക്കെ LDFനാണ് ലഭിക്കുന്നത്. ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് സ്ഥാനാർത്ഥിക്ക് ഈ മങ്കടയിലെ ആളുകളുമായി അവരുമായി ബന്ധപ്പെടുമ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രതികരണമുണ്ട്. അത് വളരെ പോസിറ്റീവായിരുന്നു. ഏത് ഘട്ടത്തിലാണ് മുസ്ലിം ലീഗിനകത്തു നിന്നും വോട്ട് കിട്ടുമെന്നൊരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്? ഞാൻ മുസ്ലിം ലീഗിൽ പ്രശ്നം ഉണ്ടായിട്ടില്ല. പ്രശ്നങ്ങളൊക്കെ തീർത്ത് മുന്നോട്ട് പോകുമായിരുന്നു. ചില കാരണങ്ങൾ അവർക്ക് ഒരു ചാനലിൽ ഇന്നത്തോം ഇടതുപക്ഷ സ്വതന്ത്രനാവൂ എന്നുള്ളത് ഞാൻ പോലും അറിയാതെ വരുന്നൊരു സമ്പ്രദായമാണ് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ പേരിൽ ചില ആളുകൾ ഉന്നത്തോമിനെ പുറത്താക്കണം എന്ന് പറഞ്ഞ് ചില നേതാക്കളും ചില ആളുകളും അതിനുള്ളൊരു സാഹചര്യം ഒരുക്കി എന്നുള്ളതാണ്. മഞ്ഞളാംകുഴി അലി മുസ്ലിം ലീഗ് നേതൃത്വത്തെ സമ്മർദ്ദപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം ലീഗിൽ വീണ്ടും ടിക്കറ്റ് തരപ്പെടുത്തിയത് എന്നൊരു ആക്ഷേപമോ ആരോപണമോ അങ്ങനെ എന്തെങ്കിലും ഒരു വിമർശനവും ഉണ്ടോ താങ്കൾക്ക്? അത് വന്ന ഉടനെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. വന്ന ഉടനെ അദ്ദേഹത്തിന് 4 മന്ത്രിമാർ പ്രഖ്യാപിച്ചപ്പോൾ 5-ാം മന്ത്രിയിലേക്ക് പോയ സമയത്ത് നേതൃത്വം അദ്ദേഹത്തിന് നൽകിയില്ല. പിന്നീട് മൂപ്പർക്ക് സാഹചര്യം എതിരായി വരുന്നു എന്ന് കണ്ടപ്പോൾ, രണ്ടാമത് ഞാൻ വരാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടപ്പോൾ എന്നെ ഇടതുപക്ഷ സ്വതന്ത്രനായി അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സും അദ്ദേഹം അടക്കം ചിത്രീകരിക്കാൻ നോക്കി. അതിൻ്റെ പേരിലാണ് എന്നെ പാർട്ടിയിൽ നിന്നും സ്ഥാനത്തു നിന്ന് നീക്കം ചെയ്യുന്നത്. ഒരു നീണ്ട ഓഡിയോ അല്ല, പലതും ജോയിൻ്റ് ഇതാണ് എന്നുള്ളത് ഏതൊരാൾക്കും മനസ്സിലാവുന്നതാണ്. അതിനെക്കുറിച്ച് കൂടുതലായി ഒന്നും പറയണില്ല. അപ്പോൾ ലീഗിലേക്ക് തിരികെ പോകാനുള്ള ഒരു സാധ്യത അവശേഷിക്കുന്നുണ്ടോ? ഞാൻ ലീഗിൽ നിന്ന് പുറത്തു പോകുന്നതല്ല, പുറത്താക്കപ്പെട്ടതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അതിനെതിരെയാണ് പ്രതിഷേധം ഉയർന്നത്. അതിൽ പ്രതിഷേധം ചില ലീഗിലുള്ള കുടുംബങ്ങളുണ്ട്, ലീഗിലുള്ള വ്യക്തികളുണ്ട്. അവരൊക്കെ പ്രതിഷേധിക്കാനോ ഉള്ളൊരു സമയം കിട്ടിയിട്ടില്ല. അവരുടെയൊക്കെ പ്രതിഷേധം എന്നോട്ടുണ്ടെങ്കിൽ എനിക്ക് വോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ആരുടെയും പിന്തുണ സ്വീകരിക്കാം എന്നുള്ളത് നിങ്ങളെ മുമ്പാകെ പറഞ്ഞ സമയത്ത് ഇടതുപക്ഷമാണ് ഉപാധികളില്ലാതെ തന്നത്. ഇടതുപക്ഷം തന്ന സമയത്ത് എന്നെ സഹായിക്കുന്നവരെ സഹായിക്കേണ്ടി വരും എനിക്കെന്ന് പറഞ്ഞപ്പോൾ അവരതിന് പരിപൂർണമായിട്ടുള്ള സമ്മതമാണ് നൽകിയത്. അതുകൊണ്ട് എൻ്റെ കൂടെ ആര് നിന്നോ അവരെ കൂടെ ഞാൻ തീർച്ചയായിട്ടും സഹായിക്കും, എല്ലാ കാലത്തും ഉണ്ടാവും. മഞ്ഞളാംകുഴിയിൽ തുടർച്ചയായിട്ട് ഈ സ്ഥാനാർത്ഥിത്വം തരപ്പെടുത്തിയെടുക്കുന്നത് എങ്ങനെയെന്നുള്ളതിനെ പറ്റി എന്തെങ്കിലും ഒരു സംശയമോ മറ്റോ ഉണ്ടോ? മഞ്ഞളാംകുഴിയിലെ ഒരു പക്ഷേ എല്ലാ വർഷത്തിലും എനിക്ക് നൽകിയിട്ടില്ലെങ്കിൽ 2 മണ്ഡലം ഞാൻ കളയും എന്നുള്ളൊരു സൂചന നേതൃത്വത്തിന് നൽകും. ഏത് 2 മണ്ഡലങ്ങൾ? പെരിന്തൽമണ്ണയും മങ്കടയും ഞാൻ കളയും എന്നുള്ളൊരു സൂചനയാണ് മൂപ്പര് നൽകാറ്. അത് നേതൃത്വം എപ്പോഴും മഞ്ഞളാംകുഴിൻ്റെ പഴയ പ്രതാപം ഉണ്ടെന്ന് കരുതി മൂപ്പര് പറയുന്ന ഒരു ഇതിലേക്ക് നീണ്ടുപോകുന്നു. അതല്ല യഥാർത്ഥത്തിലുള്ളത്. അത് മനസ്സിലാക്കാൻ കഴിവുള്ള
ആളുകൾ തന്നെയാണ്. മനസ്സിലാക്കുന്നതിൽ നേതൃത്വത്തിന് വീഴ്ച പറ്റി. പറ്റി. അതായത് 3-4 പോയിന്റുകളാണ്. ഒന്ന്, അദ്ദേഹം മങ്കടയിൽ നിന്ന് ജയിച്ചു വരുമെന്ന് പറയുന്നു. തിരികെ മുസ്ലിം ലീഗ് പോകുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല. കാരണം അദ്ദേഹത്തിന് ഒരു പ്രതിസന്ധി ഘട്ടം വന്ന സമയത്തോ അല്ലെങ്കിൽ താൻ ഉന്നയിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന സമയത്തോ പിന്തുണ നൽകിയത് ഇടതുപക്ഷമാണെന്ന് പറയുന്നു. അവരോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുമെന്ന് പറയുന്നു. മഞ്ഞളാംകുഴി അലിക്ക് സമ്മർദ്ദപ്പെട്ടുകൊണ്ടാണ് ലീഗിന് ചില കാര്യങ്ങൾ എടുക്കേണ്ടി വന്ന ഒരു വിമർശനം കൂടി അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾ അനാവശ്യമെന്ന വട്ടിയൂർക്കാവിലെ UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ പറഞ്ഞത് ശരിയായ നിലപാടെന്ന് മുതിർന്ന നേതാവ് കെ ബാബു. തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ നേതൃത്വം നൽകിയവർക്കും പ്രവർത്തകർക്കുമാണ് ക്രെഡിറ്റെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയാകാൻ യോഗ്യരായ ധാരാളം നേതാക്കൾ കോൺഗ്രസിലുണ്ടെന്നും കെ ബാബു 24-നോട് പറഞ്ഞു. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് കെ ബാബു 24-നൊപ്പം ചേരുകയാണ്. ഒരു വലിയ വിജയം UDF ഈ ഒരു തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കുന്ന ഒരു ഘട്ടമാണ്. ഒപ്പം തന്നെ മുഖ്യമന്ത്രി ആര് എന്നുള്ളൊരു ചർച്ച പല നേതാക്കളുടെ ഭാഗത്തും വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? കോൺഗ്രസിലെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിനെ സംബന്ധിച്ച് ചില മുൻ കീഴ്വഴക്കങ്ങളുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ആവിഷ്കരിക്കുന്ന നിലപാട് MLA-മാരുടെ അഭിപ്രായം ഹൈക്കമാൻഡ് പ്രതിനിധികൾ വന്ന് അഭിപ്രായം നേടും. അതിനുശേഷം ഹൈക്കമാൻഡ് റിപ്പോർട്ട് ചെയ്ത് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നൊരു കീഴ്വഴക്കമാണ് ഉണ്ടായിട്ടുള്ളത്. ഇത്തവണത്തെയും മുഖ്യമന്ത്രിയെ ആ രൂപത്തിൽ തന്നെ തീരുമാനിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എറണാകുളം ജില്ലയിൽ നിന്ന് വേണമെന്ന് ഒരു നേതാവ് പറയുന്നു. അപ്പൊ അങ്ങനെ ഒരു വ്യത്യസ്ത അഭിപ്രായങ്ങൾ എങ്ങനെ കാണുന്നത്? കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താ? കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് കേരളത്തിൽ UDF ഭരണം വരണം എന്നാണ്. അപ്പോൾ കേരളത്തിൽ ഭരണം മാറണം എന്നാഗ്രഹിച്ച് വോട്ട് ചെയ്ത കേരളത്തിലെ ജനങ്ങൾക്കും അതിനുവേണ്ടി പ്രവർത്തിച്ച ആയിരക്കണക്കിന് പ്രവർത്തകർക്കും ഇത്തരം ഒരു തർക്കത്തിനൊന്നും പോകുന്നതിനകത്ത് ഒരു താല്പര്യമില്ല. അത് ജനങ്ങൾക്ക് അങ്ങേയറ്റം നിരാശയും പ്രവർത്തകർക്ക് അങ്ങേയറ്റം വേദന ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് അത്തരം തർക്കങ്ങൾ അന്തരീക്ഷത്തിൽ അത്തരം വാർത്തകൾ ഉണ്ടാക്കുന്നതും ആശാസ്യമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നല്ല രീതിയല്ല എന്നുള്ളതാണ്. ഒരിക്കലും അല്ല. കാരണം ഇവിടെ ഒരു ജില്ലയിൽ നിന്ന് ഒരു മുഖ്യമന്ത്രി വേണമെന്ന് ഒരാൾ പറഞ്ഞു, വേറെ ജില്ലയിൽ നിന്ന് വേറൊരാൾ പറഞ്ഞു. അത് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. ഞങ്ങളെക്കുറിച്ച് ജനങ്ങൾക്കുണ്ടായ ഒരു പരാതി തന്നെ നിങ്ങൾ അധികാരത്തിൽ വന്നാലും തമ്മിൽ തീരില്ല. അപ്പം ജനങ്ങൾക്ക് ആ ഒരു ഞങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നുള്ള ബോധ്യം ആണ് ഏറ്റവും പ്രധാനമായിട്ടുണ്ടായത് ഈ തെരഞ്ഞെടുപ്പിൽ. അതുകൊണ്ട് ജനങ്ങളോ പ്രവർത്തകരോ അത് ആഗ്രഹിക്കുന്നില്ല. UDF ഒരു വലിയ വിജയം നേടുന്നു പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ ക്രെഡിറ്റ് ആർക്ക് എന്നുള്ളത് കൂടി ഒരു ചർച്ചയായിട്ട് വരുന്നുണ്ടല്ലോ. ക്രെഡിറ്റ് എല്ലാവർക്കും ഉള്ളതാണ്. നേതൃത്വം കൊടുത്ത എല്ലാ നേതാക്കന്മാർക്കും പ്രവർത്തിച്ച പ്രവർത്തകർക്കും വോട്ട് ചെയ്ത ജനങ്ങൾക്കും ഉള്ളതാണ് ആ ക്രെഡിറ്റ്. കേരളത്തിൽ കോൺഗ്രസിൽ മുഖ്യമന്ത്രിയാകാൻ യോഗ്യരായവരും പ്രാപ്തവരായ നേതാക്കന്മാരും ധാരാളമുണ്ട്. CPM-നെ പോലെയല്ല കോൺഗ്രസ്. CPM-ൽ ഒറ്റ നേതാവുള്ളൂ. പക്ഷേ കോൺഗ്രസിൽ അതല്ല. അപ്പോൾ ആ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ നിലപാട് വളരെ കൃത്യമായി തന്നെ പറയുകയായിരുന്നു. ഹരികൃഷ്ണനൊപ്പം വിപിൻ C. വിജയൻ, 24 കൊച്ചി. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ചാടിപ്പോയ പെരിന്തൽമണ്ണ ദൃശ്യ കൊലക്കേസ് പ്രതി വിനീഷിനെ ഇന്ന് കോഴിക്കോട്ടെത്തിക്കും. മുംബൈ CST റെയിൽവേ സ്റ്റേഷന് സമീപത്ത് നിന്നാണ് പ്രത്യേക അന്വേഷണ സംഘം പ്രതിയെ ഇന്നലെ പിടികൂടിയത്. 2025 ഡിസംബർ 29-നാണ് മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ശുചിമുറിയുടെ ചുമർ തുരന്ന് വിനീഷ് രക്ഷപ്പെട്ടത്. വിവരങ്ങളുമായി അനീഷ് ദേവസ്യാണ് കോഴിക്കോട് നിന്ന് ചേരുന്നത്. അനീഷ്, ഗുഡ് മോർണിംഗ്. ഇയാളെ ഇന്ന് ഇവിടെ കോഴിക്കോട്ട് എത്തിക്കും. എങ്ങനെയാണ് ഇനി തുടർ നടപടികൾ? ഈ കഴിഞ്ഞ ഡിസംബർ 29-നാണ് ഈ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ വിനീഷ് രക്ഷപ്പെട്ടത്. ഈ ചായ കുടിക്കാൻ നൽകിയ സ്റ്റീൽ ഗ്ലാസ് ഉപയോഗിച്ച് സെല്ലിലെ ടൈലുകൾ ഇളക്കി മാറ്റി ഫിറ്റ് തുറന്ന് പുറത്തു കിടക്കുകയായിരുന്നു. ഇത് 2ാം പ്രാവശ്യമാണ് ഈ പ്രതി വിനീഷ് ഈ രീതിയിൽ ഇങ്ങനെ രക്ഷപ്പെടുന്നത്. ഇതുപോലെ 2022-ലും പ്രതി ഈ കുതിരവട്ടം മാനസികാരോഗ്യ ആശുപത്രിയിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നു. അന്ന് കർണാടകയിൽ നിന്നായിരുന്നു കേരള പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. ഈ കണ്ണൂർ സെൻട്രൽ ജയിലിലെ വിചാരണ തടവുകാരനായിരുന്ന വിനീഷിനെ ഈ മാനസിക അസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചിരുന്ന കോടതിയുടെ ഒരു പ്രത്യേക നിർദ്ദേശത്തെ തുടർന്ന് കഴിഞ്ഞ ഡിസംബർ 10-നാണ് കുതിരവട്ടത്ത് പ്രവേശിപ്പിച്ചത്. ഈ പ്രതി സംസ്ഥാനം വിട്ടെന്ന നിഗമനത്തിൽ കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഈ പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും സൂചനയൊന്നും ലഭിച്ചിരുന്നില്ല. ഒടുവിൽ മുംബൈ പോലീസിന്റെ സഹായത്തോടെ ഇന്നലെ മുംബൈ റെയിൽവേ സ്റ്റേഷൻ പരിസരത്താണ് ഇയാളെ പ്രത്യേക
അന്വേഷണ സംഘം പിടിച്ചത്. നിലവിൽ ഇയാളെ കൊണ്ടുള്ള അന്വേഷണ സംഘം കേരളത്തിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ഉച്ചയോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയും തുടർന്ന് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. ഇയാൾക്ക് ഒളിവിൽ പോകാൻ മറ്റാരെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നും പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും ഈ 2021 ഈ പ്രണയ അഭ്യർത്ഥന നിരസിച്ചതിനെ തുടർന്ന് ഈ പെരിന്തൽമണ്ണ സ്വദേശിയായ ദൃശ്യയെ ഈ പ്രതി വീട്ടിൽ അതിക്രമിച്ചു കയറി കുത്തി കൊലപ്പെടുത്തിയത്. ശരി, അനീഷ് ദേവസിയാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ബിജെപിയുടെ പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. നരേന്ദ്രമോദിക്ക് പുറമെ മറ്റ് സംസ്ഥാനങ്ങളിലെ BJP മുഖ്യമന്ത്രിമാർ സംസ്ഥാനത്ത് ക്യാമ്പ് ചെയ്ത് പ്രചാരണം നടത്തുന്നുണ്ട്. അതേസമയം വോട്ടർ പട്ടിക ക്രമക്കേട് ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചാണ് തൃണമൂൽ കോൺഗ്രസിന്റെ പ്രചാരണം. ആർ അച്യുതനാണ് ഇപ്പോൾ വിശദാംശങ്ങളുമായി ചേരുന്നത് ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, ഗുഡ് മോർണിംഗ് എഗെയിൻ. ഈ ബംഗാളിലെ നിലവിലെ രാഷ്ട്രീയ കാലാവസ്ഥ എന്താണ് അച്യുതൻ? ഉന്മേഷ് കൃഷ്ണ, ഒരു വാശിയേറിയ പ്രചാരണ പോരാട്ടത്തിലേക്കാണ് ബംഗാളിൽ ഇപ്പോൾ മുന്നണികൾ കടന്നിരിക്കുന്നത്. അവിടെ തൃണമൂൽ കോൺഗ്രസ് ഭരണ മുന്നണിയാണ്. അവർ അതുമായി ബന്ധപ്പെട്ടുള്ള ശക്തമായ പ്രചാരണം ഇതിനോടകം കാഴ്ചവെക്കുന്നുണ്ട്. എന്നാൽ ബിജെപിക്ക് അവിടെ അധികാരത്തിലെത്താൻ കഴിയുമെന്ന വിലയിരുത്തലാണ് ദേശീയ നേതൃത്വമുള്ളത്. അതുകൊണ്ട് തന്നെ കാര്യമായ രീതിയിൽ തന്നെ അവിടെ പ്രചരണം ശക്തമാക്കുകയാണ് BJP. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ടെത്തി വിവിധ റാലികൾ ഇതിനോടകം തന്നെ പങ്കെടുത്തിട്ടുണ്ട്. ഇന്നലെ തന്നെ നിരവധി റാലികളിൽ പ്രധാനമന്ത്രി ഭാഗമാവുകയും തൃണമൂൽ കോൺഗ്രസിനെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. എന്നാൽ തൃണമൂൽ കോൺഗ്രസും ഈ പ്രചരണ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല. അവരും BJPക്കെതിരെ അതിരൂക്ഷമായ വിമർശനം തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി BJP ഒത്തുകളിക്കുന്നു എന്നൊരു ആരോപണം തന്നെയാണ് തൃണമൂൽ കോൺഗ്രസ് മുൻനിർത്തുന്നത്. അതിൽ ഈ SIR ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. SIR വഴി ഏതാണ്ട് 200-ലധികം പേർ ആ SIR കാരണം ആത്മഹത്യ ചെയ്തു എന്നായിരുന്നു ഇന്നലെ മമതാ ബാനർജി ഒരു റാലിയിൽ പങ്കെടുത്തുകൊണ്ട് ആരോപിച്ചത്. അങ്ങനെ തൃണമൂൽ കോൺഗ്രസ് ഒരു വശത്ത് പ്രചരണം ശക്തമാക്കുന്നു, മറുവശത്ത് BJP പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലാണ് പ്രചാരണം നടത്തുന്നത്. ഒപ്പം വിവിധ സംസ്ഥാനങ്ങളിലെ BJP മുഖ്യമന്ത്രിമാരും ഈ സംസ്ഥാനത്തെ ബംഗാളിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമാകുന്നുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJPയുടെ മറ്റു മുതിർന്ന നേതാക്കളായിട്ടുള്ള രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ളവരും ഇവിടെ ബംഗാൾ കേന്ദ്രീകരിച്ച് അവിടെ പ്രചരണം ശക്തമാക്കുകയാണ്. എന്തായാലും ഇനി പൊതുവെ ബംഗാൾ ഈ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഒരു അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കുമ്പോൾ വാശിയേറിയ ഒരു പോരാട്ടമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതോടെ ന്യൂസ് ബ്രേക്സിന്റെ സമയം പൂർണ്ണമാവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.